ഇന്ന് ലോകം നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന് വിളിക്കുന്നു. പക്ഷേ നമ്മുടെ ഭരണഘടന പറയുന്നത് ഭാരതം. എന്നാൽ ഈ ഭാരതം എന്ന പേര് എവിടെ നിന്നാണ് വന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിൽ ജീവിച്ചിരുന്ന സുന്ദരിയായ ശകുന്തള. ഒരു ദിവസം രാജാവ് ദുഷ്യന്തൻ അവളെ കണ്ടു. അവരുടെ ജീവിതത്തിൽ പ്രണയം പിറന്നു. പിന്നീട് അവർ വിവാഹിതരായി. എന്നാൽ രാജാവ് പിന്നീട് തന്റെ രാജ്യത്തിലേക്ക് മടങ്ങി. അവർക്കു ജനിച്ച കുഞ്ഞായിരുന്നു ഭരതൻ. ചെറുപ്പം മുതൽ തന്നെ അവൻ ഭയമില്ലാത്തവനായിരുന്നു. മൃഗങ്ങൾ പോലും അവനെ ഭയപ്പെട്ടില്ല. മഹർഷിമാർ പോലും അവന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. ഭരതൻ ധീരനായ യോദ്ധാവായി വളർന്നു. പിന്നീട് അദ്ദേഹം രാജാവായി. അദ്ദേഹം അനേകം രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു. ധൈര്യത്താൽ അദ്ദേഹം ശക്തമായ സാമ്രാജ്യം സൃഷ്ടിച്ചു. ജനങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചു. കാരണം ഭരതൻ ജനങ്ങളെ സ്നേഹിച്ച രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ സാമ്രാജ്യം കൂടുതൽ വലുതായി. ജനങ്ങൾ പറയാൻ തുടങ്ങി, ഇത് ഭരതന്റെ നാട്. അങ്ങനെ ആ പേര് ഭാരതം ആയി. ഭാരതം എന്ന വാക്കിന് മറ്റൊരു അർത്ഥവുമുണ്ട്. ഭ എന്നാൽ ജ്ഞാനം, ഇരത് എന്നാൽ അതിൽ മുഴുകിയവർ. അതിനാൽ ഭാരതം എന്നത് ജ്ഞാനത്തിന്റെ നാടാണ്. കാലം മാറി, പക്ഷേ പേര് ഇന്നും നിലനിൽക്കുന്നു. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ഭാരതം ഒരു പേര് മാത്രമല്ല, ഒരു സംസ്കാരത്തിന്റെ ആത്മാവാണ്.